കേന്ദ്ര ന്യൂനപക്ഷകാര്യ പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ കിരൺ റിജിജു 2025 ജനുവരി 11 മുതൽ 14 വരെ സൗദി അറേബ്യയിലേക്ക് യാത്ര നടത്തി. ഈ യാത്രയിൽ വരാനിരിക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു. ഇതിൽ ഹജ്ജ് 2025 ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെക്കൽ, ഹജ്ജ് ഉംറ സമ്മേളനത്തിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടന സെഷനിലെ പങ്കാളിത്തം, സൗദിയിലെ പ്രമുഖ വ്യക്തികളുമായുള്ള ഉഭയകക്ഷി യോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രി ജിദ്ദയിലെയും മദീനയിലെയും ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവലോകനം ചെയ്തു. ഇന്ത്യൻ തീർത്ഥാടകർക്കായി ഹജ്ജ് യാത്രയുടെ വ്യാപകമായ രൂപരേഖ നിർവചിക്കുന്ന ഹജ്ജ് 2025 ഉഭയകക്ഷി കരാറിൽ 2025 ജനുവരി 13 ജിദ്ദയിൽ മന്ത്രിയും സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗജാൻ അൽ റബിയയും ഒപ്പുവെച്ചു. അതനുസരിച്ച് ഇന്ത്യയ്ക്കായി 1,75,025 കോട്ട നിർണയിക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി ജിദ്ദയിൽ സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ സമ്മേളനത്തിന്റെയും എക്സിബിഷന്റെയും 4ാം ഘട്ടത്തിന്റെ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തു. ഈ അന്താരാഷ്ട്ര സമ്മേളനം വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഹജ്ജ് ഉംറ സേവന മേഖലയിലെ പ്രമുഖ തീരുമാനമെടുക്കുന്നവരും വിദഗ്ധരും ഗവേഷകരും അടങ്ങിയ സെഷനുകളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടുന്നു. ശ്രീ കിരൺ റിജിജു സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗജാൻ അൽ റബിയയെ കണ്ട് ഹജ്ജ് 2025 ഒരുക്കങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അദ്ദേഹം ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവും തൃപ്തികരവുമായ അനുഭവം ഉറപ്പാക്കാൻ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് നിർബന്ധിച്ചു. മന്ത്രി റിയാദിൽ സൗദി അറേബ്യയിലെ ഗതാഗത ലോജിസ്റ്റിക്സ് സേവന മന്ത്രി എഞ്ചിനീയർ സാലിബ് ബിൻ നാസിർ അൽ ജസർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ഗതാഗത ലോജിസ്റ്റിക്സ് സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കാനുള്ള ഉപായങ്ങൾ ചർച്ച ചെയ്തു. മന്ത്രി മദീന പ്രവിശ്യയിലെ ഡെപ്യൂട്ടി ഗവർണറായ പ്രിൻസ് സൗദ് ബിൻ ഫൈസൽ അൽ സൗദുമായി ഉഭയകക്ഷി യോഗവും നടത്തി. തന്റെ സന്ദർശന വേളയിൽ മന്ത്രി ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്കായി ഗതാഗത വികസനം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുടെ വിശദമായ അവലോകനം നടത്തി. മദീനയിൽ അദ്ദേഹം ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ ഓഫീസ് സന്ദർശിച്ചു. അദ്ദേഹം ജിദ്ദയുടെയും മദീനയുടെയും വിമാനത്താവളങ്ങളിലെ ഹജ്ജ് ടെർമിനലും സന്ദർശിച്ച് തീർത്ഥാടകരുടെ ആഗമനവും പുറപ്പെടലും സാധനങ്ങളുടെ ഹാൻഡ്ലിംഗ് എന്നിവയ്ക്ക് ലഭ്യമായ സൗകര്യങ്ങൾ അവലോകനം ചെയ്തു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്. അവയുടെ വേരുകൾ ചരിത്രപരവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജ് യാത്ര ഉഭയകക്ഷി ബന്ധത്തിന്റെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെയും ഒരു പ്രധാന വശമാണ്. കിരൺ റിജിജുവിന്റെ സൗദി അറേബ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ബന്ധത്തിന്റെ ഒരു പ്രധാന നേട്ടമാണ്. കൂടാതെ നമ്മുടെ ബന്ധം കൂടുതൽ ഗാഢമാക്കുവാൻ ഇരു രാജ്യങ്ങളുടെയും പ്രതിജ്ഞാബദ്ധതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു.